ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗ്രേറ്റ് ഈഗിൾ ടെക് ഗോ ചാർട്ടിംഗ് 5 പൈസ പവേർഡ് ബൈ മല്ലു മാർക്കറ്റ് പ്രൊഫൈൽ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. നല്ല അടിപൊളി ഒരു ഷോർട്ട് കവറിംഗ് റാലിയൊക്കെ നമ്മളെ മാർക്കറ്റ് തന്നു. പറഞ്ഞാൽ കിടിലമായിട്ട് മാർക്കറ്റ് കയറിപ്പോയി. നിങ്ങൾ നോക്കിയാൽ അറിയാൻ പറ്റും. നമ്മുടെ ഇന്ന് മോർണിംഗിൽ നമ്മളെ ലെവൽ ട്രേഡിംഗ് ഒക്കെ പ്ലാൻ ചെയ്തൊക്കെ വച്ചിരുന്ന നിഫ്റ്റി ആയിരുന്നു. കൃത്യമായിട്ട് പറയണമെങ്കിൽ നിഫ്റ്റി ആ ഒരു ലെവൽ ട്രേഡിംഗ് ഒക്കെ ബ്രേക്ക് ചെയ്തെന്ന് വേണമെങ്കിൽ പറയാം. നമ്മളെ POC അവിടെ നിന്ന് വന്ന് റിവേഴ്സ് ചെയ്ത് തിരിച്ച് ആശാൻ എങ്ങോട്ട് പോയി? ബുള്ളിഷ് റഫറൻസ് ആദ്യം കട്ട് ചെയ്ത് ഓപ്പൺ ചെയ്ത് താഴേക്ക് ഇറങ്ങി വന്നു. പക്ഷെ ബുള്ളിഷ് റഫറൻസ് കട്ട് ചെയ്ത് മുകളിലോട്ട് പോയി. ഫസ്റ്റ് ടാർഗറ്റ്, സെക്കൻഡ് ടാർഗറ്റ്, തേർഡ് ടാർഗറ്റ് തന്ന കിടിലം ഒരു ട്രേഡിംഗ് ഡേ ആയിരുന്നു. നിഫ്റ്റിയെ കുറിച്ച് എനിക്ക് പറയാനുള്ള നിഫ്റ്റിയിലുള്ള ആ ട്രേഡിങ്ങിന്റെ ആ ഒരു ലെവൽ എന്ന് പറഞ്ഞ് പറയാം. സോ അതേ സമയത്ത് നമ്മുടെ ബാങ്ക് നിഫ്റ്റി നോക്കിയാലും ബാങ്ക് നിഫ്റ്റിയും നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റും സെക്കൻഡ് ടാർഗറ്റും തേർഡ് ടാർഗറ്റും കഴിഞ്ഞ് അങ്ങോട്ട് മുകാണ്ടയിൽ അങ്ങോട്ട് പോയി. ഒരു മാരകമായ റിവേഴ്സൽ ആയിരുന്നു. മിഡ് ക്യാപ്പ് R3യുടെ മുകളിൽ തന്നെയാണ് ഓപ്പൺ ചെയ്തതിനു ശേഷം കൃത്യമായിട്ട് പറഞ്ഞാൽ അങ്ങോട്ട് തന്നെ പോയി. അവൻ അങ്ങനെ എന്തുവാണ് ആ ഭാഗത്തൊക്കെ ഒരു ട്രെൻഡിങ് റാലിയാണിത്. ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു മിഡ് ക്യാപ്പിൽ ഒരു ബാക്ക് ടു ബാക്ക് ന്യൂട്രൽ ഡേ, ന്യൂട്രൽ എക്സ്ട്രീം ഒക്കെ വരുന്നുണ്ട്. ഒരു റാലി പോസിബിൾ ആയിരിക്കും എന്ന് വ്യക്തമായി ഞാൻ പറഞ്ഞായിരുന്നു. അത് പ്രകാരമാണ് ആ റാലി തന്നത്. അപ്പൊ കൃത്യമായി നിങ്ങൾ ഫോക്കസ് ചെയ്തെങ്കിൽ നിങ്ങൾക്ക് കിടിലമായിട്ട് ട്രേഡിംഗ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് നോക്കേണ്ടതെന്ന് വെച്ചാൽ ഇനി നോക്കേണ്ടത് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ലെവൽ ട്രേഡിങ്ങിന് വേണ്ടി നാളത്തേക്ക് വെക്കാം. അപ്പൊ ഇന്നത്തെ ക്യാരി എന്ന് പറഞ്ഞാൽ നമുക്ക് ട്രംപ് US-ഉം അമേരിക്ക ഇറാനും തമ്മിലുള്ള ട്രേഡ് ഡീല് പോസിബിൾ ആവും. ഞാൻ ഈ പറഞ്ഞ സമയത്ത് നിഫ്റ്റി 24,660 പോയി തിരിച്ച് താഴേക്ക് ഇറങ്ങി നിൽക്കുകയാണ്. ആശാൻ ഒരു ബ്രേക്ക് ഔട്ട് തന്ന് നിൽക്കുകയാണ്. നമ്മളെ മിഡ് ക്യാപ്പ് നോക്കിക്കഴിഞ്ഞാൽ മിഡ് ക്യാപ്പ് ഒരു പക്ക ഒരു ട്രെൻഡിങ് അപ്പായ ഒരു ദിവസമാണ്. വിത്ത് ചെറിയൊരു സ്പൈക്ക് ഉണ്ട്. POC നിൽക്കുന്നത് 14,166 അവിടെയാണ് POC. സോ മിഡ് ക്യാപ്പിനെ ഞാൻ POC ഒന്ന് കൊണ്ടുവരാം. 14,166 അവിടെ എന്താണ് POC ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. സോ ആ POC ഒന്ന് POC ഒന്ന് മാർക്ക് ചെയ്തതിനു ശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യത്തിനെ കുറിച്ച് ചിന്തിക്കാം. ഫസ്റ്റ് POC മാർക്ക് ചെയ്തു. ഇനി ഞാൻ ബുള്ളിഷ് റഫറൻസ് എന്ന് പറയുമ്പോൾ എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഞാൻ ഇപ്പൊ സ്പൈക്കിന്റെ ലോ ആയതുകൊണ്ട് 14,350 മുകളിൽ മാത്രമേ ഞാനൊരു ബൈ എടുക്കുന്നുള്ളൂ. 14,350 മുകളിൽ ഒരു ബൈയെ കുറിച്ച് ചിന്തിക്കാം. ഫസ്റ്റ് ടാർഗറ്റ് 14,400 1ന്റെ ഭാഗത്തേക്ക് വരും. സെക്കൻഡ് ടാർഗറ്റ് 14,450 ഭാഗത്തേക്കും 14,450 ഭാഗത്തേക്കും വരാം. തേർഡ് ടാർഗറ്റ് 14,500 എന്ന് പറഞ്ഞ ആ ഒരു റൗണ്ട് നമ്പർ ഫിഗറിന്റെ ഭാഗത്തേക്ക് വരാം. അപ്പം ഇതാണ് എനിക്ക് അപ്സൈഡ് മൊമെന്റത്തിൽ പറയാനുള്ളത്. അപ്പൊ POCയെ കാട്ടി നിൽക്കുന്നത് നാളെ ഈ POC ട്രേഡ് പ്ലാൻ എന്ന് പറഞ്ഞാൽ നാളെ ഈ POCയുടെ ഭാഗത്തേക്ക് ട്രേഡ് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ വെച്ചൊരു ബൈയെ കുറിച്ച് ചിന്തിക്കാം. കൃത്യമായി പറഞ്ഞാൽ ആ ബൈയെ കുറിച്ച് നിങ്ങൾക്ക് ചിന്തിക്കാവുന്നതാണ്. സോ ഇതാണ് പറയാനുള്ളത്. ഇനി സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ 14,208 താഴെ ഞാൻ സെല്ലിങ്ങിനെ 14,200 താഴെ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ ഒരു സെല്ലിങ്ങിനെ കുറിച്ച് ചിന്തിക്കും. സോ 14,200 അല്ല, സോറി 14,150 താഴെ ഞാൻ സെല്ലിങ്ങിനെ കുറിച്ച് ചിന്തിക്കും. 14,150 താഴെ ഒരു സെല്ലിങ്ങിനെ കുറിച്ച് ചിന്തിക്കാം. ഫസ്റ്റ് ടാർഗറ്റ് തന്നെ 14,112 എന്ന് പറഞ്ഞാൽ ഇന്നത്തെ വാല്യൂ ഏരിയ ലോ 14,112 ഭാഗത്തേക്ക് 14,112 ഭാഗത്തേക്ക് വരും. സെക്കൻഡ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 14,082 എന്ന് പറഞ്ഞ ഈ ഒരു POCയുടെ ഭാഗത്തേക്കാണ് 14,082 ഭാഗത്തേക്ക് വരാനും. തേർഡ് എന്ന് പറഞ്ഞാൽ 14,050 ഭാഗത്തേക്കാണ്. തേർഡ് ടാർഗറ്റ് 14,000 ഭാഗത്തേക്ക്. അപ്പൊ ഈ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാനുള്ള ഒരു ചാൻസും കാണും. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ഇതിനെ സംബന്ധിച്ച് മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 14,000 കൃത്യമായി പറയുകയാണെങ്കിൽ 14,350 മുകളിൽ അവൻ ബൈ എടുക്കാം. 14,401 ഫസ്റ്റ് ടാർഗറ്റ്, 14,450 സെക്കൻഡ് ടാർഗറ്റ്, 14,500 തേർഡ് ടാർഗറ്റ്, 14,150 സെല്ലിംഗ് എടുത്ത് 14,112, 14,082, 14,000 ഭാഗത്തേക്ക് വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. ഇതാണ് എനിക്ക് മിഡ് ക്യാപ്പിനെ കുറിച്ച് പറയാനുള്ളത്. ട്രെൻഡിങ് ഡേ സ്ട്രക്ചർ ആയതുകൊണ്ട് ഇന്നത്തെ POCയുടെ ഭാഗത്തേക്ക് ട്രേഡ് കിട്ടുന്നുണ്ടെങ്കിൽ കണ്ണും പൂട്ടി ബൈ എടുക്കാം. നല്ലൊരു റിവേഴ്സൽ തിരിച്ച് റിവേഴ്സ് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. സോ മിഡ് ക്യാപ്പ് നാളെ ഗ്യാപ്പ് ഓപ്പണിംഗ് മാർക്കറ്റ് വരെയാണെങ്കിൽ 14,500 വരെ പോകാനുള്ള ചാൻസ് മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് വളരെയധികം കൂടുതലാണ്. ഇതാണ് എനിക്ക് റഫറൻസ് ലെവൽ പ്രകാരമുള്ള മിഡ് ക്യാപ്പിൽ വരച്ച് കാണിച്ച ലെവൽസുകൾ. ഇനി നമുക്ക് നോക്കേണ്ടത്
ബാങ്ക് നിഫ്റ്റി നോക്കിക്കഴിഞ്ഞാൽ ഇനി ബാങ്ക് നിഫ്റ്റി നോക്കുമ്പോൾ ബാങ്ക് നിഫ്റ്റി ഒരു ന്യൂട്രൽ എക്സ്ട്രീം അപ്പാണ്. പക്ക പറഞ്ഞാൽ ബാങ്ക് നിഫ്റ്റി ഒരു ന്യൂട്രൽ എക്സ്ട്രീം അപ്പായിട്ടാണ് ആശാൻ ക്ലോസ് ചെയ്തിരിക്കുന്നത്. എച്ച് വന്നു പി ഒ സി നിൽക്കുന്നത് 55,100 ഭാഗത്താണ്. പി ഒ സി ഒന്ന് തട്ടി മുകളിലോട്ട് കൊണ്ടുവരാം. 55,100 ഭാഗത്തേക്ക് ആ പി ഒ സി ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കേണ്ട ബുള്ളിഷ് റഫറൻസ് എന്ന് പറയുമ്പോൾ ഞാൻ ഇനി എടുക്കുന്നത് 56,252 മുകളിൽ മാത്രമേ ഞാൻ ഒരു ബൈ എടുക്കുന്നുള്ളൂ. എത്രയാണ്? 56,252 മുകളിൽ മാത്രമേ ഒരു ബൈ ഉള്ളൂ. ആ ബൈ എങ്ങോട്ട് പോകും? 56,400 ഈ വാല്യൂ ഏരിയ ഹൈയുടെ ഭാഗത്ത്. ഫസ്റ്റ് ടാർഗറ്റ് 56,404 എന്ന് പറഞ്ഞ ഈ വാല്യൂ ഏരിയ ഹൈയുടെ ഭാഗത്തേക്ക് പോവാം. സെക്കൻഡ് ടാർഗറ്റ് അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ 56,647 ഭാഗത്തേക്ക് പോവാം. 56,647 ഭാഗത്തേക്ക് പോകാനും. തേർഡ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ ഈ ഒരു ഹൈ ആയ 56,800 ഭാഗത്ത്. എത്രയാണ്? 56,800 ഭാഗത്തേക്കും വരാനുള്ള ചാൻസ്, 56,800 ഭാഗത്തേക്കും വരാനുള്ള ചാൻസ് കൂടുതൽ. ചുരുക്കി പറഞ്ഞ 56,250 മുകളിൽ നിൽക്കുകയാണെങ്കിൽ എങ്ങോട്ട് പോകാനുള്ള ചാൻസ് കൂടുതലാണ്? കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ 56,404, 56,647, 56,800 ഭാഗത്തേക്ക് പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ എങ്ങോട്ട് പോവാം? മാർക്കറ്റ് ഈ ഒരു ടാർഗറ്റിന്റെ ഭാഗത്തേക്ക് പോകാനുള്ള ചാൻസ് ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് വളരെ കൂടുതലാണ്. സോ ഇത് കൃത്യമായിട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്താൽ നിങ്ങൾക്ക് ട്രേഡ് എടുക്കാൻ പറ്റും. രണ്ടാമത് ഇന്നത്തെ പി ഒ സിയുടെ ഭാഗത്തേക്ക് മാർക്കറ്റ് കിട്ടുമെന്ന് നാളെ ഈ ഒരു വാല്യൂ ഏരിയ, അതായത് ഈ 55,373 ഭാഗത്തേക്ക് മാർക്കറ്റ് എൻ്റർ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ പി ഒ സിയുടെ ഭാഗത്തേക്ക് മെയിൻ റിവേഴ്സൽ ട്രേഡ് പോസിബിൾ ആണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞ ഈ സിംഗിൾ പ്രിന്റ് ഒരു ബൈങ് ആയിട്ട് കണക്കാക്കാം. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ ഒരു രണ്ട് പി ഒ സികൾ ടച്ച് ചെയ്ത് വേണമെങ്കിൽ ഈ പി ഒ സിയുടെ ഭാഗത്തേക്ക് ഒരു ട്രസ്റ്റ് വളരെ പോസിബിൾ ആണ്. ന്യൂസിന്റെ നാളെ ഇതിന്റെ തുടർച്ചയായി മാർക്കറ്റ് കണ്ടിന്യൂഷൻ വരണമെങ്കിൽ 57,300 വരെയും ബാങ്ക് നിഫ്റ്റി പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. എനിക്ക് ബാങ്ക് നിഫ്റ്റിയെ കുറിച്ച് പറയാനുള്ളത്. സെല്ലിംഗ് എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ നോക്കേണ്ടത് 55,000 താഴെ നിൽക്കണമെങ്കിൽ മാത്രമേ ഞാൻ ഇതിന്റെ സെല്ലിങ്ങിനെ കുറിച്ച് ചിന്തിക്കുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് 55,800 ഭാഗത്തെ 54,800 ഭാഗത്തേക്ക് 818 ഭാഗത്തേക്ക് വരാം. സെക്കൻഡ് ടാർഗറ്റ് 54,645 54,645 ഭാഗത്തേക്ക് വരാനും. തേർഡ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 54,494 ഇന്നലത്തെ ഒരു പി ഒ സി 54,494 ഭാഗത്തേക്ക് 495 ഭാഗത്തേക്ക് വരും. ചുരുക്കി പറയാം 55,000 പൊട്ടുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി എങ്ങോട്ട് വരാം? 55,000 പൊട്ടുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് 55,000 എന്താണ് 55,000 പൊട്ടുകയാണെങ്കിൽ 54,818, 54,645, 54,495 ഭാഗത്തേക്കും 56,252 പൊട്ടുകയാണെങ്കിൽ 56,404, 56,647, 56,200 ഭാഗത്തേക്കും വരാനുള്ള ചാൻസ് ഉണ്ട്. സോ ഇന്ന് ഈ പി ഒ സിയുടെ ഭാഗത്തേക്ക് മാർക്കറ്റ് കിട്ടുമെങ്കിൽ ഒരു ബൈയിങ് മൊമെന്റ് മിഡ് ക്യാപ്പിനെ പോലെ ബാങ്ക് നിഫ്റ്റിക്കും ആക്റ്റീവ് ആയിട്ടിരിക്കും. സോ ഒരു ഓപ്പൺ ഓപ്ഷൻ ആയിരുന്നു, OR ആയിരുന്നു, ന്യൂട്രൽ എക്സ്ട്രീം അപ്പാണ് ബാങ്ക് നിഫ്റ്റി. മിഡ് ക്യാപ്പ് OR ആയിരുന്നു. ഒരു പക്ക വേണമെങ്കിൽ പറഞ്ഞ ഒരു ചെറിയൊരു മിഡ് ക്യാപ്പിന് വേണമെങ്കിൽ ഒരു ചെറിയൊരു ന്യൂട്രൽ എക്സ്ട്രീം അല്ല, പകരം ഒരു ഓപ്പൺ ടെസ്റ്റ് ഡ്രൈവിന്റെ ലക്ഷണമൊക്കെ ഉണ്ട് മിഡ് ക്യാപ്പിന്. ഇനി നമുക്ക് നോക്കേണ്ട നിഫ്റ്റി ഒരു ഓപ്പൺ ഓപ്ഷൻ അവിടെ തുടങ്ങി ഗ്യാപ്പ് അപ്പോൾ ഓപ്പൺ ചെയ്തു. ഇന്നലത്തെ പി ഒ സിയുടെ ഭാഗത്ത് നിന്ന് എക്സാക്ട്ലി അവിടെ നിന്ന് റിവേഴ്സ് ചെയ്ത് തിരിച്ചു പോയി. 24,108 ഭാഗത്തേക്കാണ് പി ഒ സി. ഇത്രയാണ് 24,108 ഭാഗത്തേക്കാണ് പി ഒ സി. സോ 24,108 ഭാഗത്തേക്ക് ഞാൻ പി ഒ സി ഒന്ന് വരച്ചിട്ടുണ്ട്. ഇനി ഞാൻ വേറെ റെഫറൻസ് എടുക്കുന്നത് 24,063 താഴെ മാത്രം സെല്ലിംഗ് മാത്രമേ. 24,063 താഴെ സെല്ലിങ്ങിനെ കുറിച്ച് ചിന്തിക്കാം. ഫസ്റ്റ് ടാർഗറ്റ് 24,011, 24,011. സെക്കൻഡ് 23,941. എത്രയാണ്? 23,941 അല്ല 23,968 ഭാഗത്ത് 960 ഭാഗത്തേക്ക് വരാം. അവിടെയാണ് സെക്കൻഡ് ടാർഗറ്റ് ഉള്ളത്. തേർഡ് എന്ന് പറഞ്ഞാൽ 23,900 ഭാഗത്തേക്ക്. എത്രയാണ്? 24,900 ഭാഗത്തേക്ക്. അതാണ് നിഫ്റ്റിയുടെ തേർഡ് ടാർഗറ്റ്. 24,900 24,900 ഭാഗത്തേക്കും 23,900 ഭാഗത്തേക്കും വരാനുള്ള ചാൻസ് വളരെ കൂടുതൽ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നിഫ്റ്റി 24,063 പൊട്ടയാണെങ്കിൽ സെല്ലിംഗ് എടുത്ത് അത് 24,011, 23,960, 23,900 ഭാഗത്തേക്ക് വരാം. ഇനി ബൈയിങ് എന്ന് പറയുമ്പോൾ ഇനി ഞാൻ എടുക്കുന്ന ബൈയിങ് എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് പറയണമെങ്കിൽ എന്റെ ബൈയിങ് എന്ന് പറഞ്ഞാൽ നിഫ്റ്റിയിൽ ഇനി ബൈയിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്
24,377 മുകളിൽ മാത്രമേ ബൈ ഉള്ളൂ. 24,377 മുകളിൽ ബൈയെ കുറിച്ച് ചിന്തിക്കാം. അങ്ങനെയാണെങ്കിൽ ആ ബൈ എങ്ങോട്ട് പോകും? ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 24,421. ഫസ്റ്റ് ടാർഗറ്റ് 24,421 ഭാഗത്തേക്ക്. സെക്കൻഡ് ആയാൽ അതിനു മുകളിൽ നിൽക്കുകയാണെങ്കിൽ 24,483. 24,483 ഭാഗത്തേക്ക് പോവാം. തേർഡ് ടാർഗറ്റ് അതിനു മുകളിൽ നിൽക്കുകയാണെങ്കിൽ 24,543 എന്ന് പറഞ്ഞാൽ ഈ POC ഏത് ദിവസത്തെ POC ആണ്? 21 ഏപ്രിലിലെ POC 24,583 24,543 ഭാഗത്തേക്ക്. ചുരുക്കി പറഞ്ഞാൽ 24,377 മുകളിൽ ബൈയിങ് സ്റ്റാർട്ട് ചെയ്യും. 24,063 താഴെ സെല്ലിംഗ് സ്റ്റാർട്ട് ചെയ്തതായിരിക്കും നമ്മളെ നിഫ്റ്റിയെ കുറിച്ച് പറയാനുള്ള റഫറൻസ് ലെവലുകൾ. സോ നിഫ്റ്റിക്കും ബാങ്ക് നിഫ്റ്റിക്കും ഓപ്പൺ നിഫ്റ്റിയെ സംബന്ധിച്ച് 24,377 മുകളിൽ നിൽക്കുകയാണെങ്കിൽ ഈ POCയുടെ ഭാഗത്തേക്കും, അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ ഈ POCയുടെ ഭാഗത്തേക്ക് ഒരു മീൻ റിവേർഷൻ ടെസ്റ്റ് പോസിബിൾ ആണ്. ഇല്ല 24,200 താഴെ വരെയാണെങ്കിൽ ഇന്നത്തെ POC ആയ 24,108 ഭാഗത്തേക്ക് ഒരു മീൻ റിവേർഷൻ ടെസ്റ്റും പോസിബിൾ ആണ്. ബാങ്ക് നിഫ്റ്റി ട്രേഡ് പ്ലാൻ എന്ന് പറയുമ്പോൾ 56,244 മുകളിൽ നിൽക്കുകയാണെങ്കിൽ 56,495 അതിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നെങ്കിൽ ഈ 57,283 വരെ പോകാനുള്ള ചാൻസ് ഉണ്ട്. അല്ല 55,300 ഭാഗത്തൊക്കെ നിൽക്കുകയാണെങ്കിൽ ഇന്നത്തെ POC ആയ 55,100 ഭാഗത്തേക്ക് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് ഇന്നത്തെ POCയുടെ ഭാഗത്തേക്ക് ഒരു നല്ലൊരു ഡിപ്പോലം കിട്ടിയാൽ കണ്ണും പൂട്ടി വാങ്ങാം. കിഡിലൻ ട്രെൻഡിങ് ഡേ ആയതുകൊണ്ട് സ്ട്രോങ് നല്ല രീതി വരാം. 14,500 ഭാഗത്തേക്ക് മിഡ് ക്യാപ്പ് എത്താനുള്ള ചാൻസും വളരെയധികം മാർക്കറ്റിൽ കൂടുതലാണ്. സോ ഇതാണ് പൊതുവെയുള്ള എൻ്റെ ഒരു മാർക്കറ്റ് പ്രൊഫൈൽ വെച്ചുള്ള നാളത്തേക്കുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്. ഇത് കൃത്യമായിട്ട് ലെവലിൽ മാർക്കറ്റ് ട്രേഡ് ചെയ്യാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക. നമ്മുടെ മെന്ററിംഗ് ബാച്ചിനെ കുറിച്ച് അറിയാൻ പലരും ചോദിക്കാറുണ്ട്. അപ്പൊ ഈ വരുന്ന മെയ് 15 നമ്മുടെ ബാച്ചിന്റെ ക്ലാസ് തുടങ്ങുകയാണ്. സോ ഇനി ആകെപ്പാടെ 5-6 സീറ്റ്സ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. നിങ്ങൾക്ക് ചേരണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ തമിഴിൽ കാണിച്ച നമ്പറിൽ ഒന്ന് ബന്ധപ്പെടുക. വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളെ ട്രേഡിംഗ് ഫ്രണ്ട്സിന് വീഡിയോ അയച്ചു കൊടുക്കാനും മറക്കാതിരിക്കുക. ഹാപ്പി ട്രേഡിംഗ്, ഹാപ്പി ഡേ.